ഇപ്പോൾ നമ്മുടെ കാല് വെച്ചിട്ട് ഡോക്ടർ നോക്കിയിട്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി തൊണ്ടുള്ള അസുഖങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലായി. എൻ്റെ പേര് മീര, ഞാൻ തൃപ്പൂണിത്തുറന്ന് വരുന്നത്. ഞാൻ ടീച്ചറാണ്. എനിക്ക് ഡിസ്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എനിക്ക് MRI എടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഇതിന് സർജറി വേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫിസിയോതെറാപ്പിയും കൂടെ വേണമായിരുന്നു, കുറച്ച് കോസ്റ്റ്ലിയും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ അത് എത്ര ശതമാനം മാറും എന്നുള്ളതും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ അങ്കിളാണ് സജസ്റ്റ് ചെയ്തത്. ഇപ്പം ഈ ക്യാൻസർ ഡോക്ടറെ അടുത്ത് വന്നാൽ കുറച്ച് ആളുടെ വൈഫിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്ക് അറിയായിരുന്നു. അപ്പൊ അങ്ങനെ ആൾ സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എനിക്കിപ്പോ കുറച്ച് നാളായി ചെയ്യാൻ പറ്റൊരു 7-8 ദിവസത്തോളമായി. പക്ഷെ എനിക്ക് നല്ല ഭേദമായിട്ട് തോന്നുന്നുണ്ട്. ആദ്യത്തെ ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇടവിട്ടായിരുന്നു. വീക്ക്ലി വൺസ് ആയിട്ടാണ് വരുന്നത്. മരുന്നുകളില്ല, അല്ലാണ്ട് തെറാപ്പിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് വന്ന ടൈമിൽ ഇപ്പോൾ നമ്മുടെ കാല് വെച്ചിട്ട് ഡോക്ടർ നോക്കിയിട്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി തൊണ്ടുള്ള അസുഖങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലായി. എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഡോക്ടർ പറയുന്നത് കറക്റ്റ് ആണെന്നുള്ളത്. ഇങ്ങോട്ട് തന്നെ സാറ് പറഞ്ഞതിന് ശേഷം സാർ തന്നെ സജസ്റ്റ് ചെയ്ത മെത്തേഡ്സ് ഫോളോ ചെയ്ത വഴി എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തെറാപ്പിയിൽ കാല് വെച്ചിട്ടുള്ള മസാജ് എന്നല്ല ശരിക്കും പറയേണ്ടത്, അവർക്ക് ഓരോ ഐഡിയ ഉണ്ടല്ലോ എവിടേക്കാണ് പ്രഷർ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഡോക്ടർ നമ്മളെ പരിശോധിക്കുമ്പോൾ തന്നെ പറയും ഇത്ര ദിവസത്തേക്ക് ഇത് വേണം എന്നുള്ളത് പറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മളിവിടെ അത്രയും ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്ത് കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ സർജറി കൊണ്ടോ അതിന്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. ഇങ്ങനെ മാറുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. പ്രത്യേകിച്ച് പിന്നീട് വരുന്ന ഓരോ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് നമ്മൾ വഴിയെ എടുക്കേണ്ടി വരും. അപ്പൊ അതിലും നല്ലത് എപ്പോഴും നമ്മൾ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പൊതുവെ ഇപ്പൊ ഡോക്ടർമാരോട് ചോദിച്ചാലും എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നോർമൽ കേസിൽ പറഞ്ഞു തരാറില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നമുക്ക് എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ്, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. നല്ല ബിഹേവിയർ. നമുക്കിപ്പോൾ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടറാന്ന് തന്നെ പറയാൻ പറ്റും.